പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മതപരിവർത്തന സംഘടനയല്ല. മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഫോഴ്സ് ചെയ്ത് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറ്റുന്ന അനുഭവമാണ്. എന്നാൽ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് മതത്തെ മാറ്റുന്ന ഒരു സംഭവമല്ല. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്തെന്ന് തിരിച്ചറിയുകയും ആ മനുഷ്യൻ നേരായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് പെന്തക്കോസ്ത്. അങ്ങനെ മലയാള സമൂഹത്തിലടക്കം ലോകത്തിലെല്ലാ ദേശത്തും ഗോത്രങ്ങളിലും വംശങ്ങളിലുമുള്ള അനേകർ ഈ സത്യമാർഗത്തിലേക്ക് വന്നത് ഇന്നല്ല, ഏകദേശം 2000 വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു മനുഷ്യനെ കൊണ്ടും അതിനെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിനേക്കാളെല്ലാം ഭീകരമായ വലിയ പ്രശ്നങ്ങളുള്ള, വലിയ പ്രതികൂലങ്ങളുള്ള സാഹചര്യങ്ങളിലും സ്ഥലങ്ങളിലും മനുഷ്യൻ സുബോധം പ്രാപിച്ച് ഈ സത്യത്തിലേക്ക് വന്ന ചരിത്രങ്ങൾ 100 കണക്കിന് 1000 കണക്കിനുണ്ട്. അതുകൊണ്ട് പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഈ അനുഭവം ഒരിക്കലും മതത്തെ മാറ്റുന്നതല്ല, പകരം മനുഷ്യന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ സുബോധത്തെ കൊടുക്കുന്നതാണ്. മനുഷ്യൻ സുബോധത്തിന്റെ അനുഭവങ്ങളിലേക്ക് വരുന്ന അനുഭവമാണ് ഈ പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത്. ഈ അനുഭവത്തിലുള്ള ഏതൊരു വ്യക്തിയും ഈ അനുഭവത്തെ അനുഭവിക്കുകയും ഈ അനുഭവത്തിൽ ജീവിക്കുകയും ചെയ്ത എല്ലാവരും ഒറ്റ ശ്വാസത്തോടെ പറയും, ഞങ്ങൾ മതം മാറിയവരല്ല, പകരം മനം പരിവർത്തനം സംഭവിച്ചവരാണ്, മാനസാന്തരപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ടതാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരിക്കലും മതത്തിൻ്റെ പ്രവൃത്തിയല്ല, പകരം ഇത് മനസ്സിൻ്റെ രൂപാന്തരമാണ്.